ഗൈസ്, ചെമ്മനീർപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് ശ്രീകാന്ത്, നീ കള്ളം പറഞ്ഞല്ലേ എന്നെ ഇവിടെ വരുത്താൻ വേണ്ടിയിട്ട്? അതിനെ ഇടത്തിനോട് ബുദ്ധിമുട്ടിക്കണമായിരുന്നു. പാവം എന്തൊക്കെ പ്രതീക്ഷ ഇറങ്ങി വന്നത്, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും വർഷ ആകെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് കേട്ടോ. നിനക്ക് ഞാൻ നിന്നോട് ഇഷ്ടം പറഞ്ഞപ്പോഴേക്കും ഞാൻ ചീപ്പാന്ന് നിനക്ക് തോന്നിയോ? എൻ്റെ മനസ്സിലെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞു. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്നു പറയണം. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ പുറകെ വരാനോ നിന്നെ ശല്യപ്പെടുത്താനോ ഒന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് വർഷ ആകെ കത്തി കയറുവാണ് കേട്ടോ ദേഷ്യപ്പെട്ട്. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന് നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ് ഇഷ്ടമാണ് എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. വർഷ പറയുകയാണ് എന്താ പറഞ്ഞ് ഇഷ്ടമാണെന്നോ? അത് കഴിയുമ്പോഴത്തേക്കും വർഷ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ് സത്യമാണ് നീ പറഞ്ഞ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും വർഷ പറയുന്നുണ്ട് നമ്മുടെ അച്ഛന്മാർ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊക്കെ മാറും എന്ന് പറയുവാണ്. എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ എന്നോട് മിണ്ടാതിരുന്നത്? എനിക്ക് എന്ത് വിഷമമായിരുന്നോ? നിനക്ക് ഓരോ സമയത്തും ഓരോ സ്വഭാവമാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രീകാന്തിൻ്റെ ഇഷ്ടം തുറന്ന് സമ്മതിക്കുകയാണ് കേട്ടോ. എനിക്കും നിന്നെ കണ്ടപ്പം തൊട്ട് വല്ലാത്തൊരടുപ്പം തോന്നിയായിരുന്നു. അത് കൂടിക്കൂടി വന്നുള്ളൂ. പക്ഷേ നിന്നെ നഷ്ടപ്പെടുമോ എന്നൊരു തോന്നൽ എനിക്ക് എപ്പോഴൊക്കെയോ മനസ്സിൽ വരുന്നുണ്ട്. അത് പേടിച്ചിട്ടാണ് ഞാൻ പിന്നെ കൂടുതൽ അടുപ്പം കാണിക്കാത്തതെന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വർഷയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. എന്നിട്ട് വർഷ ചോദിക്കുന്നുണ്ട്, ആ നീ ദേഷ്യപ്പെട്ടല്ലേ ഇഷ്ടമാണെന്ന് പറഞ്ഞേ, ഇനി ശരിക്കും ഒന്ന് പറ ഐ ലവ് യു എന്ന് കേൾക്കട്ടെ എന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രീകാന്തിനെ കളിയാക്കുവാണ് കേട്ടോ. പറ കേൾക്കട്ടെ എന്ന് പറയുവാണ്. അങ്ങനെ ശ്രീകാന്ത് ഐ ലവ് യു എന്ന് നാണത്തോടെ പറയുമ്പോഴത്തേക്കും വർഷ ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. കെട്ടിപ്പിടിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ദേ വീട് ചേച്ചിയെങ്ങാനും വന്നാൽ കാണും, രേവതി ചേച്ചി ഇപ്പം വരും എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ തട്ടി മാറ്റുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും വർഷേനെയും തിരിച്ച് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും അവിടെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സുധീനെയാണ്. സുധി വീട്ടിലിങ്ങനെ കിടക്കുവാണ്, ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട്. ആ സമയത്ത് ശ്രുതി വരുന്നുണ്ട് കേട്ടോ. ശ്രുതി വന്നിട്ട് പറയുകയാണ് ഇന്ന് ആകെ മടുത്തു പോയി സുധി ഇപ്പോൾ വന്നോളൂ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നോളൂ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും പറയാം ഭയങ്കര തലവേദന, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, മടുത്തു പോയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഞാനൊന്ന് അടുക്കളയിൽ പോയി ഒരു ചായ എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അത് വേണ്ട, ശ്രുതി ചായ എടുക്കാനോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയാം ഞാൻ എടുക്കാനല്ല, ആ സച്ചിയുടെ ഭാര്യ അവിടെ ഉണ്ടല്ലോ അവളോട് പറയാം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് പറയുകയാണ് അത് വേണ്ട, എന്നിട്ട് വേണം ഇനി അവൻ്റെ ഭാര്യയും കൊണ്ട് പണിയെടുപ്പിച്ചു എന്ന് പറഞ്ഞ് അവനിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ശ്രുതി ഒന്ന് മടിക്കുവാണ്. എന്നിട്ട് ശ്രുതി പറയുകയാണ് എന്നാൽ നീ ഇങ്ങനെ തിരിഞ്ഞിരിക്കുക, ഞാൻ തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരാമെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മൾ ശ്രുതി ചോദിക്കുകയാണ് ടിക്കറ്റൊക്കെ എടുത്തോ ശ്രുതി പോകാൻ വേണ്ടിയിട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് ആദ്യം ഒന്ന് അഭിനയിക്കുകയാണ് കേട്ടോ. അയ്യോ ഞാനത് മറന്നുപോയല്ലോ എന്നൊക്കെ പറയുവാണ്. അപ്പോഴത്തേക്കും ശ്രുതിയുടെ ഈ വാക്കൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ വിഷമമാവുകയാണ് കേട്ടോ. എന്താ ശ്രുതി ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ, ഞാൻ മാഡത്തിനോടെല്ലാം പറഞ്ഞ് അടുത്ത ആഴ്ചത്തേക്കുള്ള സെറ്റാക്കിയതാണ്, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയാണ് നമ്മൾ അടുത്ത ആഴ്ച പോകുന്നേ, ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്, എന്തിനെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവണം കേട്ടോ. സത്യമാണോ ഈ പറയുന്നത്? അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച ആൻഡമാനിൽ പോവോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അടുത്ത ആഴ്ച നമ്മൾ പറക്കും, സത്യമാണ് പറയുന്നത് എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷവുമാണ്. ആ സമയത്ത് ശ്രുതി പറയാണ് എൻ്റെ സാലറി കിട്ടി, നിനക്ക് തരാമെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി ക്യാഷ് എന്ന് പറഞ്ഞ് കുറച്ച് ക്യാഷും കൂടെ അലമാരിയിൽ നിന്ന് ചന്ദ്രയുടെ മോഷ്ടിച്ചതിൻ്റെ കൂട്ട് എടുത്തുകൊണ്ട് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷവുമാണ്. ശ്രുതി പറയാണ് എൻ്റെ തലവേദനയൊക്കെ പോയി, എനിക്ക് എന്ത് സന്തോഷമുണ്ടെന്നറിയോ, ഞാൻ പണിയെടുത്ത് കുറേ തവണ സാലറി ഞാൻ മേടിച്ചിട്ടുണ്ട്, പക്ഷേ ശ്രുതി തന്ന കാശിന് അതിലൊക്കെ വിലയുണ്ടെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് നിന്ന് സന്തോഷിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ശ്രുതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. അവരങ്ങനെ കുറേ നേരം കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അത് കഴിയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിവിടെ ചിലവ് ചെയ്യാം, ഇനി ആരുടെയും മുമ്പിൽ തല താഴ്ത്തി നിൽക്കണ്ട, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഓരോ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ചന്ദ്രനെയാണ്. ചന്ദ്ര ഫിനാൻസുകാരെ വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ പലിശയും ഇനിയുള്ള പലിശയോടെ ഞാൻ ഇന്നങ്ങ് കൊണ്ടു തരും, ഇനി മുതൽ മാത്രമല്ലേ ബാക്കിയുള്ളൂ, ഞാൻ വലിയ താമസിക്കാതെ ഇറങ്ങും എന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി അവൻ്റെയൊക്കെ അഹങ്കാരം കാണണ്ടല്ലോ, എങ്ങനെയും ഈ കാശൊന്നും കൊണ്ട് കൊടുത്ത് പകുതി സമാധാനം ആവുമെന്നും പറഞ്ഞ് ചന്ദ്ര പയ്യെ ആ 1,00,000 രൂപ തപ്പുവാണ് കേട്ടോ. തപ്പി അവിടെയൊക്കെ നോക്കിയിട്ടും കാണുന്നില്ല. എന്നിട്ട് ചിന്തിക്കുവാണ് ഇതെവിടെ പോയി, ഇനി അങ്ങേരെങ്ങാനും ഇത് എടുത്തുകൊണ്ട് പോയോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് നമ്മുടെ രവീന്ദ്രനെ വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുവാണ് നിങ്ങൾ എന്നോട് പറയാണ്ട് എനിക്ക് സൂക്ഷിക്കാൻ തന്ന ക്യാഷ് എടുത്തുകൊണ്ട് പോയോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ദേഷ്യപ്പെടുവാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് എന്ത്, ഞാനൊന്നും എടുത്തില്ല, നിനക്കല്ലേ സൂക്ഷിക്കാൻ തന്നേ, എവിടെയെങ്ങാനും കാണും നീ നോക്കുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ആകെ അടി കിട്ടിയ പോലെ ആവുകയാണ് കേട്ടോ. അയ്യോ എൻ്റെ കാശ് അതെവിടെയെങ്കിലും ഇല്ലയെന്നും പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് അവിടെ എല്ലാം പിന്നെയും തപ്പുവാണ്.
തപ്പിയിട്ടും ക്യാഷ് കാണാതാകുമ്പോഴത്തേക്കും ചന്ദ്ര ടെൻഷൻ അടിച്ച് വെളിയിലോട്ട് ഇറങ്ങുവാണ്. എന്നിട്ട് ആദ്യം സുധീനെയാണ് കേട്ടോ വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുവാണ്, എടാ സുധി നീ എൻ്റെ ക്യാഷ് എങ്ങാനും എടുത്തോ എന്ന് ചോദിക്കുവാണ്. അപ്പോഴത്തേക്ക് സുധി പറയുന്നുണ്ട്, ഞാനെന്തിനാ അമ്മയുടെ ക്യാഷ് എടുക്കുന്നതെന്ന് പറഞ്ഞ് ചെറിയൊരു പരിങ്ങലുണ്ടെങ്കിലും ഞാൻ എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ തറപ്പിച്ച് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര വീണ്ടും ശ്രീകാന്തിനെ കാണുമ്പോൾ ചോദിക്കുവാണ്, എടാ നീ ക്യാഷ് എടുത്തോ, എൻ്റെ ക്യാഷ് എടുത്തോ, നിനക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാം, എനിക്ക് അമ്മ അറിയാത്ത എന്താവശ്യമാണ്, അല്ലെങ്കിൽ എനിക്ക് എന്താവശ്യം അമ്മയെ കൂടുതലുള്ളതെന്ന് ചോദിക്കുവാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ മൂളിയും താഴോട്ട് വരുവാണ്. അപ്പോൾ സച്ചിയോട് രേവതി ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങൾ കഴിച്ചിട്ട് പോ, സമയം പോയാലും കുഴപ്പമില്ല, നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇതെല്ലാം കേട്ടോണ്ട് വന്ന് സച്ചി വയ്ക്കുക, എന്തെടുത്തോന്നാണ് നിങ്ങൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്തിനോട് നമ്മുടെ ചന്ദ്ര പറയാണ്, ഇവൻ എടുത്തോന്ന് ചോദിക്കുക, നീ ഒന്ന് ചോദിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും പറയുകയാണെ എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയാണ്, അല്ല അമ്മയുടെ ക്യാഷ് കാണാതെ പോയി, അത് സച്ചിയേട്ടനെങ്ങാനും എടുത്തോന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി എടുത്ത വായിൽ പറയുകയാണ്, ക്യാഷ് കാണാതെ പോയെങ്കിൽ അതിവിടെ ഒറ്റ എടുത്തോനെ എടുക്കുകയുള്ളൂ, അതാരാന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച് സുധീനെ ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ക്യാഷ് എന്തിനാണ് എനിക്ക്, നിങ്ങളുടെ ക്യാഷ് ഇട്ടിട്ടാണോ എനിക്ക് ജീവിക്കാമെന്നുള്ള രീതിയിൽ ചന്ദ്രനോട് കുറേ പറയുവാണ്. എന്നിട്ട് പറയാണ്, എത്ര രൂപയാണ് കാണാതെ പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുവാണ്, എനിക്ക് ആ കിട്ടിയ 1,00,000 രൂപയില്ലേ അതാ കാണാതെ പോയെന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ്. 1,00,000 രൂപയോ, അന്നത്തെ 1,00,000 രൂപ ഫുള്ള് പോയോ എന്നുള്ള രീതിയിൽ ദേഷ്യം വന്ന് സച്ചി അപ്പോൾ തന്നെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അച്ഛനോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഇവരായി ക്യാഷ് കൊടുക്കരുത്, അച്ഛനോട് സൂക്ഷിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ടൊന്നും മിണ്ടുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ഇവിടുന്ന് ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും സുധീനെ നോക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും സുധി പറയാണ്, ഞാനെങ്ങനെ എടുക്കാനാ, ഇവിടെ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോയി കാണും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, അതിനെപ്പോഴും നമ്മൾ ആരെങ്കിലും ഇവിടെ ഉണ്ടാവുമല്ലോ, ആരുമില്ലാതെ ഒരിക്കലും വീട്ടിൽ ഒരവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുവാണ് രേവതിയോട്, നീ എങ്ങാനും എടുത്തോ, എൻ്റെ മുറി വൃത്തിയാക്കാൻ വന്നപ്പോൾ എടുത്തോ രേവതി, സത്യം പറയാമെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ പറയാണ്, അമ്മയുടെ മുറി അമ്മ തന്നെ വൃത്തിയാക്കിക്കോളാം, എന്നോട് ആ മുറി കയറിപ്പോരുന്നല്ലേ പറഞ്ഞേക്കുന്നത്, അന്ന് തൊട്ട് ഞാൻ ആ മുറി കയറിയിട്ടില്ല എന്ന് പറയുവാണ്. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര ആകെ തകർന്നു പോയതുപോലെ നിൽക്കുവാണ് കേട്ടോ അവിടെ. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ സുധി പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുവാണ്, പുറത്തുനിന്ന് ആരെങ്കിലും വരാണ്ട് കാശ് പോവുകയല്ലോ എന്ന്. പെട്ടെന്ന് അപ്പോൾ ചന്ദ്ര പറയുകയാണ്, ആളെ കിട്ടി ആളെ എനിക്ക് മനസ്സിലായി, പുറത്തുനിന്ന് ആൾ വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമല്ലോ, ഇവളുടെ അനിയൻ ഇവിടെ വന്നായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ രേവതിയുടെ അടുത്തെന്ന് പറയുകയാണ്, നിൻ്റെ അനിയനല്ലേ ഇടി കാശ് എടുത്തേ, അവനൊരു കള്ളനും ആണല്ലോ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ സുധി അതിന് സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്, അത് ശരി, അവനൊന്നൊരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ ഈ സംശയമുള്ള രീതിയിൽ സുധീനെ നോക്കുവാണ് കേട്ടോ. അപ്പോൾ സുധി നിന്ന് പരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും സുധിയോട് സച്ചി പറയുവാണ്, നിനക്ക് കണ്ടായിരുന്നോട് അവൻ കാശ് എടുക്കുന്നത്, കണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രീകാന്തും പറയുക, ചുമ്മാ സംശയത്തിൻ്റെ പേരിൽ ഓരോന്ന് പറയല്ലേ എന്നിങ്ങനെ സുധിയോട് പറയുവാണ് കേട്ടോ. അപ്പോൾ സുധി പറയാം, സംശയത്തിൻ്റെ പേരിലൊന്നുമല്ല, ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാവുകയല്ലേ, വേറെ ആരും ഇവിടെ വന്നില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയോടും നമ്മുടെ രവീന്ദ്രൻ പറയുവാണ്, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത്, നീ കണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ആകെ വിഷമം വരുവാണ്. എന്നാലും രേവതി പറയുന്നുണ്ട്, അമ്മേ നിങ്ങളെല്ലാം കൂടെ കൂടിയല്ലേ എന്ന് അവനെ എല്ലാം ചെക്ക് ചെയ്തേ, അവൻ്റെ ബാഗും പോക്കറ്റും ഡ്രസ്സും എല്ലാം നിങ്ങൾ നോക്കിയിട്ടല്ലേ വിട്ടേ, അവൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് കാണുകയല്ലായിരുന്നോ, അവനൊരു അബദ്ധം പറ്റിയെന്നുള്ളത് ശരിയാണ്, അതിനവൻ മാപ്പ് പറയാനോ ഇവിടെ വന്നതെന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നു, അതൊക്കെ ശരിയാ, ഞങ്ങൾ നോക്കിയായിരുന്നു, അത് കഴിഞ്ഞാൽ നീ അവന് ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോയായിരുന്നല്ലോ, ചായ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞല്ലേ അവൻ പോയത്, പഠിച്ചു പോയി കാണും എന്നിങ്ങനെ ചന്ദ്ര പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് പറയുകയാണ്, അവൻ എന്തായാലും അടിച്ചിട്ട് പോവുകയല്ല, അവനിവിടെ ക്ഷമ പറയാൻ വേണ്ടി വന്ന ചെയ്ത കാര്യത്തിന് കുറ്റബോധം ഉള്ളതുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, അമ്മ അവൻ അപ്പം തന്നെ പോയി, ഒരു 5 മിനിറ്റ് പോലും ഇരുന്നിട്ടില്ല, അവൻ എടുത്തിട്ടില്ല അമ്മ, അത് ഉറപ്പുള്ള കാര്യമാണ് എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അതേപോലെ ചന്ദ്ര പറയുകയാണ്, ആരും എടുത്തിട്ടില്ലേ, പിന്നെ ക്യാഷ് എവിടെ പോയി, പറന്നു പോയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, പറന്നു പോയി കാണുമല്ല, ക്യാഷ് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ പോക്കറ്റിലോട്ടോ പോയെന്ന് എനിക്ക് ശരിക്കും അറിയാം, ഈ സുധീനെ പിടിച്ചൊന്ന് ശരിക്കും കുടഞ്ഞു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് എടാ സുധീനെ വിളിച്ച് സച്ചി നേരെ സുധീയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് സുധി അവിടെ ഞാൻ എടുത്തിട്ടില്ല എന്നൊക്കെ ഭയങ്കര കെഞ്ചിക്കേണ് പറയുവാണ് കേട്ടോ. പക്ഷേ ഇത് കേൾക്കുന്നത് നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വരുവാണ്. സച്ചി ഇങ്ങനെ നേരെ വരുമ്പോഴത്തേക്ക് ശ്രുതി ചാടി സച്ചിയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് ചുമ്മാ ആവശ്യമില്ലാതെ ശ്രുതിയുടെ മെക്കെട്ട് കയറിടും എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് കേട്ടോ. ഇത് കേട്ട് അടി കിട്ടിയ പോലെ നിൽക്കുന്ന സച്ചിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്